അത് എനിക്ക് ശീലമല്ല. ലൂറ് ഗഫൊക്കെ ഇപ്പൊ നമ്മള് നല്ല നടുക്കടലിക്ക് പോവാ. ആ റൂമിൽ കയറി കടന്നുറങ്ങാം. നങ്കൂരുടെ ഞാനൊരു വീഡിയോ കണ്ടിരുന്ന ചങ്ങായി പറയണ്ടേ, നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനിക്ക് ഏറ്റവും കൂടുതൽ വില മതിക്കാതാവാത്ത സാധനങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അവൻ്റെ അനുഭവങ്ങളാണെന്നാണ്. അതൊരു മൂവി ഇതിൽ നോട്ടുണ്ടോ? നോട്ടിൻ്റെ എൻഡിൽ കൊടുത്തിട്ടൊക്കെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴേ ആദ്യം ഇങ്ങനെ പിടിക്കരുത്. എല്ലാവരും കാട്ടുന്ന മിസ്റ്റേക്ക് ഇത് ഓപ്പൺ ചെയ്യും, ഇതില്ലോ കൊടുക്കും കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നൂലിൽ ഇങ്ങോട്ട് പിടിക്കുക കേട്ടോ. ഇതിനെ പിടിച്ചിട്ട് അടിപൊളി ഫോട്ടാണ്. ചാടിയതാണോ ചിട്ട് തന്നെ? ഇവിടെ കുട്ടി ചേർന്നതാണോ അത് ചാടിയതാണോ? ഗുഡ് മോർണിംഗ് ബ്രോ. ചെറുപ്പത്തിൽ ഒരു കടൽക്കൊള്ളക്കാരനാവുന്നത്. ഓ എന്റെ മോന്ത കണ്ടാലും ഉണ്ട് ഒരു ഗുള്ളക്കാരൻ്റെ ലുക്ക്. ഈ ബേർഡ്സിനെ കണ്ടു നമ്മളിപ്പം കടൽക്കറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബേർഡ്സിനെ കണ്ടോ? ഈ ബേർഡ്സിൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്യും. എന്നിട്ട് നമ്മൾ മീൻ എവിടെയാണെന്നുള്ളത് സ്പോട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ ബേർഡ്സ് ഇങ്ങനെ കിടന്ന് കളിക്കണം, പക്ഷെ അവിടെ ഒന്നും ആക്റ്റീവ്. ഈ ബേർഡ്സ് ഇതിന് കളിക്കുന്നതിൻ്റെ അർത്ഥം അവിടെ ലൈവ് ഉണ്ടെന്ന്. ലൈവ് പറഞ്ഞാൽ നമ്മളെപ്പോഴും മീൻ പിടിച്ചാൽ കാണില്ല, അതിന് തൊള്ളിന്ന് ചെറിയ ചെറിയ മീനുകൾ ചാടിപ്പോണത്. ആ ചെറുമീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബേർഡ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? അവിടെ ചെറുമീനുകളുണ്ട്. അതേമാതിരി ബേർഡ്സ് മുകളിൽ കൂടെ കിടന്ന് കളിക്കണം, അതേമാതിരി അടിയിൽ വേറെ വലിയ മീൻ വരും. ഈ ചെറുമീനെ തിന്നാൻ ഓരോരു ഗതികളെ അടിച്ചൊക്കെ ചെയ്യും. മുകളിൽ അടിയോട് അടി. നേരം വെളുത്ത് വൈകുന്നേരം ഈ സൂര്യൻ അസ്തമിക്കണ വരെ ജീവൻ വെളുത്താൻ വേണ്ടി ഐറ്റങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടണം.